കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുൻപ് കല്ലായിലൊരു പെണ്ണുണ്ട് എന്ന പാട്ടിൽ എൻ്റെ കൂടെ ആ വീഡിയോയിൽ അഭിനയിച്ചത് 4 പേരാണ്. 4 പേരും സുഹൃത്തുക്കളാണ്. സിറ്റി കബീർ, സുൽഫി ബോംബെ, നിസാർ മലയിൽ. 4ാമത്തത് കോഴിക്കോട്ടെ ബിസിനസ്സുകാരനായ എൻ്റെ സ്കൂൾ ഫ്രണ്ട് കൂടിയായിട്ടുള്ള ഷെഫീർ ടി കെ എന്ന് പറയുന്ന ചെപ്പു എന്ന് പറയുന്ന സുഹൃത്താണ്. സൊറ വിത്ത് ജലാൽ മാഗ്നസിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ചെപ്പു. ഇതാണ് അന്ന് കല്ലായിലൊരു പെണ്ണുണ്ടെന്നുള്ള പാട്ടിൽ 4 പേരിൽ ഒരാൾ. ചെപ്പു അഭിനയിച്ചിട്ടുള്ള ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ നീട്ടിയിട്ട് വെള്ളി നിലാവിൽ നിന്നും പോലെ കാഞ്ചനവനിയിലെ രാജകുമാരി. അന്ന് ചെപ്പുവിൻ്റെ ആ പാട്ടിൻ്റെ ആ ഒരു പോർഷൻ കണ്ടിട്ട് എല്ലാവരും ഷാറൂഖ് ഖാന്റെ ലുക്ക് ഉണ്ട് പറഞ്ഞു. അത് മാത്രമല്ല, എസ്റ്റീം കാർ ഉണ്ടായിരുന്നു, സ്റ്റിക്കർ പൊട്ടിച്ചേ. അത് അന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ ആ ആൽബത്തിൽ മാത്രം ഉപയോഗിച്ച വണ്ടിയാണത്. അന്ന് മലപ്പുറത്ത് നിന്ന് അത് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഷംസൂക്ക ആ വണ്ടി മൊത്തം ആൾട്രേഷൻ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഫുള്ള് കല്യാണപ്പുരമാരെ ആക്കിയിട്ട് ആ പാട്ടിനകത്ത് അതുണ്ട്. കോഴിക്കോട് സിറ്റി കൂടെ ഞാനും മർഷി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, ലാലുമോൻ. അവനും ഞാനും കൂടെ ആ കാർ ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. കാർ ആ പാട്ടിൻ്റെ ബാക്കിൽ കാണാം, നമുക്കത് പിക്ചർ കാണിക്കാം. ഇനി ചെപ്പുവിനെ പരിചയപ്പെടാം. ഞാൻ സാമൂഹ്യ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെപ്പ് പഠിക്കണത് അച്യുതൻ ഗേൾസിൽ പഠിച്ചോ കാലത്ത് മിക്സഡ് ആകാൻ. അന്ന് ചെപ്പു എൻ്റെ സ്കൂളിലേക്ക്, സാമൂതിരി അന്ന് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടില്ല. അന്ന് എൻ്റെ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് വരും. അങ്ങനെയാണ് ചെപ്പുവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എന്തിനാണ് അന്ന് വന്നത്? അന്നൊരു ഭംഗിയുള്ള പയ്യനെ കാണാൻ വന്നോ? ഇവൻ നല്ല മോർണിംഗ് നല്ല പരിപാടികൾ അവതരിപ്പിക്കും, മിമിക്രിയൊക്കെ ആയിട്ട് നല്ല സ്റ്റേജ് ഭയങ്കര സ്റ്റേജ് പെർഫോമൻസ് ആണ് അന്നേ അറിയാൻ എനിക്കിരുന്നത്. എനിക്ക് ഒരുപാട് മിസ്സിംഗ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും. ഒരു ഫിലിം ഇൻഷാല്ലാ നമ്മൾ എന്തായാലും ഒരു അടുത്തൊരു ഫിലിം എടുക്കാനുള്ള തീരുമാനമുണ്ട്. തീർച്ചയായിട്ടും അത് എടുക്കും, അത് സസ്പെൻസ് ആയിട്ട് നിന്നോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ചെപ്പു എൻ്റെ ചെറുപ്പം മുതലുള്ള സ്കൂൾ ഫ്രണ്ടായിട്ടുള്ളൊരു സുഹൃത്താണ്. അതിലുപരി എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ കാസറ്റ് കച്ചവടം പൊടി പൊടിക്കുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരാൻ തുടങ്ങിയപ്പം എനിക്ക് അക്കൗണ്ട് തുടങ്ങി തന്നത് ആക്സിസ് ബാങ്കിൽ. അന്ന് അലോട്ടുണ്ട് ഒരു പരിപാടി ഉണ്ടെന്നല്ലോ, പൈസ ആക്സിസ് ബാങ്കിലായിരുന്നു. അന്ന് ഇനി ചെപ്പുവിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ, ചെപ്പു എന്താണ് ബിസിനസ് ചെയ്യണമെന്നുള്ളത് പറയാം. ചെപ്പു ബിസിനസ്മാനാണ്, കോഴിക്കോട്ടുകാർക്ക് അറിയുന്ന ഒരാളാണ്. ചെപ്പു അന്ന് പാട്ടിൽ അഭിനയിച്ചപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ പ്രായത്തിലെ ബിസിനസ്സിൽ നിന്നും ഒരു ആൽബത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾക്കാർക്ക് മൊത്തം ഷോക്കായി. ചെപ്പു എന്ത് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാൻ ശരിക്കും ഐഫോൺ ആമസോണിലെ സെല്ലറാണ്, ആമസോൺ ഫ്ലിപ്കാർട്ടിലെ സെല്ലറാണ്. പിന്നെ മാവരോട് ഒരു ഷോപ്പുണ്ട് മൊബൈലിൻ്റെ. പിന്നെ ഒരുപാട് ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഓരോന്ന് പറയുമ്പോൾ തള്ളി മറിക്കാമെന്ന് പറയും. അതിനെക്കൊണ്ട് ഞാൻ കുളൊന്നും പറയുന്നില്ല, കാരണം ജലാലിനെ അറിയാനെ പറ്റില്ല, നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ചെപ്പിന് ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വിനീത് ശ്രീനിവാസന് കഴിഞ്ഞ ബേപ്പൂർ ഫെസ്റ്റിന് വന്നപ്പം ഒരു മിനി കൂപ്പറിലാണ് നമ്മൾ വിനീത് പോയത് വന്നതൊക്കെ. അന്ന് ചെപ്പിൻ്റെ കാറാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഒരു വീഡിയോ നോക്കിയാൽ കാണാം ആ വണ്ടി ഇങ്ങനെ ഓടിക്കണ ചെപ്പുവിന്. ചെറുപ്പം മുതലേ ചെപ്പു കോടീശ്വരനാണ്. തീർച്ചയായിട്ടും. എന്താ പറയാ, പക്ഷേ ജലാൽ പറഞ്ഞപ്പോഴാണ് എനിക്കറിയായിരുന്നു ഞാനൊരു കോടീശ്വരനാണ് സത്യത്തിൽ. അതിൻ്റെ കാരണം പറഞ്ഞിട്ടെ, ചെപ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറയ്ക്കകത്തൊരു ഫിലിം ഇടും, ഫിലിം റോൾ ഫിലിമിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. എത്ര ക്ലാസ് പഠിക്കുമ്പോൾ? ഞാൻ 11th പഠിക്കുന്നു. +1 എത്തിയപ്പോഴത്തേനും കോഴിക്കോട് UG ഫിലിമിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കാലിക്കറ്റിൽ. അത് മാത്രമല്ല, അന്ന് കോഴിക്കോട് ബ്ലാങ്ക് CD ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് മിനി DV, അഡാറ്റ് അല്ലേ, ഇതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് സെയിൽ ചെയ്യുന്ന ഒരു കലാകാരനല്ല, ഒരു സുഹൃത്താണ്, ബിസിനസ്സുകാരനാണ്. ചെറുപ്പം മുതലേ പിന്നെ എന്താ പറയുക, പൈസ കണ്ട് വളർന്നിട്ടുള്ളത്. അതിൻ്റെ അഹങ്കാരം ഒരിക്കലും ചെപ്പു കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചെപ്പുവിൻ്റെ വൈഫിനായിട്ട് സുഹൃത്ത് ബന്ധമാണ്, ചെപ്പുവിൻ്റെ ഫാമിലിനെ അറിയാം. ചെപ്പുവിൻ്റെ കല്യാണത്തിന് പാടാമെന്ന് ആരൊക്കെ പറഞ്ഞു? അന്ന് എന്താ പറയുക, ഇപ്പോഴത്തെ വലിയൊരു സിംഗറാണ് ആസിഫ് കാപ്പാട് എന്നിട്ട് സമാധാനിൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്ന ഒരു ആസിഫ് കാപ്പാട്. പിന്നെ എൻ്റെ മെയിൻ സുഹൃത്തിൻ്റെ ഒരു പാട്ടുണ്ട്. എനിക്ക് ആസിഫ് കാപ്പാടൊക്കെ എന്താ പറയുക, എനിക്ക് ജലാലാണ് എൻ്റെ എന്താ പറയുക ഹീറോ. ആസിഫ് കാപ്പാടിനെ നല്ല പരിചയമാണ്. ഇൻഷാല്ലാ ജലാൽ അവിടെ വന്നതിന് ശേഷമാണ് പിന്നെ മൈലാഞ്ചിയിലേക്ക്. അന്ന് നമ്മളെ വിനീത് ശ്രീനിവാസനൊക്കെ പിന്നെ അവർക്ക് ബന്ധപ്പെട്ടുള്ള കാരണം നമ്മുടെ ജലാൽ മേഘനാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷേ ഇത്ര സമയമൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ബേപ്പൂർ ഫെസ്റ്റിന് വിനീത് ശ്രീനിവാസനെ കൊണ്ടുപോയി പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ മൂപ്പർ നല്ല ടയേർഡായിട്ടുള്ളത്. അന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടും വിനീതും ഈ ചെപ്പും മിനി കൂപ്പറും റൂമിലെത്തിയിട്ടില്ല. എന്താ ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞു. അവർക്ക് കേക്ക് തിന്നാന്ന് പറഞ്ഞു. ഇവർക്ക് പെട്ടെന്നൊരു പൂതിയുടെ കേക്ക് തിന്നാൻ. അങ്ങനെ ആ കേക്ക് സ്റ്റുഡിയോൻ്റെ പേര് തീർന്നു സെലിബ്രേറ്റ് എന്ന കേക്ക് അവിടെ കൊണ്ടുപോയിട്ട് കേക്ക് രാത്രി 1 മണിക്ക് കിട്ടാം കേക്ക് വാങ്ങാൻ. പിന്നെ മുമ്പിൽ പെട്ടെന്നൊരു വേറൊരു പൂതി, ഇറച്ചി പൊറാട്ട വേണമെന്ന്. അങ്ങനെ അത് ജലാൽ പട്ടാമിൽ അവിടെ പോയി സലാമിൻ്റെയും ടോപ്പ് ലൈൻ ഹോട്ടലിൽ 2-3 വെറൈറ്റി കുറേ ഫുഡുകളുണ്ട്. അതിൽ നിന്നും അന്ന് വാങ്ങിക്കൊടുത്തത്. ഇന്ന് കോഴിക്കോട്ടുകാർക്ക് സുപരിതനായിട്ടുള്ള വലിയൊരു ബിസിനസ്സുകാരനാണ്. ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് എന്നെയും ഡുഡുവിനെയും ഉനേശിനെയും
ജിനേഷിനെയൊക്കെ നെഞ്ചോട് ചേർത്തിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടായ സംഭവമാണ്. എല്ലാം പെട്ടെന്ന് ഓഫീസിലേക്ക് വന്നു. ജലാൽ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, ജലാൽ വിളിച്ച ഏത് സമയത്ത് എല്ലാം ഒഴിവാക്കി ടക്ക് ജലാലിൻ്റെ കൂടെ വന്നു. അത് ഒരു സ്നേഹമാണ്, അതിന് തിരക്കില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്കൊക്കെ ആഗ്രഹം കൂടി ഉണ്ട് ചെപ്പ് അഭിനയിച്ചിട്ടുള്ള വെള്ളി നിലാവിൽ മിന്നും പോലെ കാഞ്ചനവലിയിലെ രാജകുമാരി ആ വരി ഒന്ന് പാടിച്ചാണ് ഇങ്ങനെ കൈ വെച്ചിട്ട്. പാട്ടുമല്ല, അഭിനയം എത്ര ഞാൻ റെഡിയാ. അന്ന് അഭിനയിച്ചത് വെള്ളി നിലാവിൽ മിന്നും പോലെ. അപ്പൊ ഇത് കണ്ടിട്ട് ചോദിച്ചു മിന്നും പോലെ എങ്ങോട്ടാ പോണത്. പോലെ അന്ന് അഭിനയിക്കാൻ അറിയില്ല. അപ്പൊ കൈ വെച്ചിട്ടുള്ള വീശലാണ് ഒരു നുണക്കുഴി കാണാം. ഇനി ആ ഒരു പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കി കാണാം. ഇന്നത്തെ കാണാൻ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്. എനിക്ക് 15 വർഷം മുമ്പുള്ള ആ ചേഞ്ച് ഉണ്ട് ഇപ്പോഴും, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണോ? പണ്ട് ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പൊ എനിക്ക് വയസ്സനായി. അതാണ് എനിക്ക് ഇഷ്ടം. എപ്പോഴും എനിക്ക് അതാണ് ശരിക്കും താടി ഉണ്ടെന്ന് മാത്രം. താടി വെച്ചതാണ്. എല്ലാവരും പറഞ്ഞിട്ട് എന്താ പറയുക, നേരെപ്പിച്ച ജനാൽ വന്നപ്പോൾ ഞാൻ ജനങ്ങൾ ചെയ്ത ഏജ് കൂടാൻ വേണ്ടിയിട്ട് ഈ അടുത്ത ആൽബത്തിൽ ഏജ് കൂടിയിട്ട് അഭിനയിക്കാൻ പോകണ്ട. തീർച്ചയായിട്ടും ജനാൽ പുതിയ ഫിലിം വരുമ്പോഴല്ലേ. ഒരു രസം കൂടെ പറഞ്ഞേരേ. വിനീതിനെ പരിചയപ്പെടുത്തി കൊടുത്ത് വിനീതിന് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് എന്നെ വിളിച്ചറിയാം, യോനെ പറയും അടുത്തവൻ്റെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് സിനിമാ മേഖല 100-1 വിജയം. തൽക്കാലത്തേക്ക് സിനിമയും കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യണ്ട. ഇപ്പം ആ ഒരു ആഗ്രഹം അടക്കി പൂട്ടി വെച്ചിട്ട് എന്താണോ ചെയ്യണത് അതിൽ തന്നെ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ സിനിമ തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും പാടും. അപ്പം എന്തായാലും വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു 2 പാട്ട് പാടും. അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ പാടണമെന്നില്ല. അക്കരെ ഇക്കരെ നിന്നാൽ അങ്ങനെ ആശ തീരുന്നുള്ളൊരു പാട്ടുണ്ട്. അത് എനിക്ക് ഓൾറെഡി തീർന്നു പാടിക്കും. ഞാൻ ലിപ്സിനെ കൊണ്ട് ഒന്നിക്കിൽ എൻ്റെ ഞാൻ അക്കരയിലാണെങ്കിൽ ഇക്കരെ വന്ന ഒരു ആശ തീരാണ്ട്. അത് രണ്ടാമത് ഞാൻ പറഞ്ഞില്ല ഒന്നുകൂടി കാണാൻ പോകണ്ടെന്ന്. തീർച്ചയായും. പിന്നെ കല്യാണത്തിന് വളരെ രസമുള്ള സംഗതിയല്ലേ. ഇനി ചെപ്പുവിൻ്റെ ഫാമിലി പറ. ഫാമിലി ഞാനും എൻ്റെ മോനും എൻ്റെ വൈഫും ഇപ്പോൾ വളരെ സുഖത്തിലാണ്. പിന്നെ ജലാലിനായിട്ട് എപ്പോഴും, പക്ഷേ ജലാൽ ഒരുപാട് തിരക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഞാൻ നെക്സ്റ്റ് മന്ത് ഒരു ഗൾഫ് പരിപാടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട്. എന്തായാലും എന്താ പറയുക, നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണിത് ജലാൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്ന് ആൽബം ചെയ്യുന്ന സമയത്ത് പാട്ടിൽ അഭിനയിക്കാൻ വന്നിട്ട് ആൾക്കാരെന്താ പറഞ്ഞു ഒരുപാട് പറയണ്ടേ. അഭിനയിക്കാൻ അന്ന് ശരിക്കും ചുറ്റോളം ആൾക്കാരുണ്ട് അഭിനയിക്കുമ്പോൾ. എനിക്കറിയില്ല ഇത് അഭിനയം എന്താണ് സംഗതി. പിന്നാണ് പാട്ടിട്ടപ്പോഴാണ് ഞാനെന്നെ അറിയുന്നത് ഇങ്ങനെ ഞാൻ അഭിനയിക്കുന്നു. എന്നെ കളിയാക്കിയിട്ടില്ല. എത്ര ആൾക്കാർ കളിയാക്കി. ഞങ്ങൾക്ക് വേറെ എന്താ പണിക്ക് വയ്ക്കൂടെന്ന് തീർച്ചയായിട്ടും അഭിനയം എന്ന് പറഞ്ഞ സംഗതി എന്താ പറയുക, പാട്ട് ഹിറ്റായപ്പോൾ നമ്മൾ അറിയപ്പെട്ടു. അന്ന് ACV ചാനലിൽ നമ്മളെന്നും ഞാൻ മൊബൈൽ ചെയ്യും ആ പാട്ട് വെക്കാൻ വേണ്ടി അലർട്ടൊന്ന് വെക്കുമല്ലോ, നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും ജുബോക്സിൽ. അപ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ പാട്ട് വെച്ചിട്ടുണ്ട്, കാരണം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ജലാൽ പറഞ്ഞു എന്നോടുള്ള പാട്ട് അവൻ ആരും കാണുന്നില്ലല്ലോ, പിന്നെ അതാ എപ്പോഴും എല്ലാവരും ഫോൺ ചെയ്യും. ഇപ്പം അന്ന് 15 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ആ പാട്ട് ഹിറ്റാണ്. ആ വീഡിയോ അല്ല, ഇപ്പം രണ്ടാമത് ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. ഇപ്പോഴും ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? പിന്നെ ജലാൽ ഒരു സിനിമ എടുത്തിന് അതിനെ കൂട്ടാതെ, പക്ഷേ ഞാൻ കൂട്ടാത്തിൻ്റെ ഭാഗ്യം ഏറ്റവും നല്ല സിനിമ പൊട്ടി. അതിനെ കൊണ്ട് ഞാൻ കഴിച്ചില്ലേ, അല്ലെങ്കിൽ എന്നെ കാണാണ്ടാവില്ലേ, വിളിച്ചു വരുത്തി അപമാനിച്ചില്ല. എന്തായാലും രക്ഷപ്പെട്ടതാണ്. ചില പരാജയങ്ങൾ ജീവിതത്തിൽ ചില വിജയത്തിലേക്ക്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു പരാജയത്തിൽ കൂടെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും 100% ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ശരിക്കും നമ്മൾ തോൽവി പഠിക്കണം. ഫസ്റ്റ് ചെറുപ്പത്തിൽ നമ്മൾ തോൽവി പഠിക്കണം. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം തോൽവി ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഒരു ഞെരുക്കത്തു കൂടെ ഒരു എളുപ്പം ഉണ്ടാവും. നമ്മൾ പവർഫുൾ ആയിട്ട് മാറും എപ്പോഴും. ഇപ്പോൾ ഇന്ന് മുതൽ ജലാലിൻ്റെ കൂടെ ജിമ്മ് കളിക്കാൻ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എന്നും രാവിലെ ഉണ്ടാവും. ഇവിടെ താജിലോ RP മാളിലോ എവിടെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ ഈ ഓഫറുകളൊക്കെ പൊടിപൂരൊക്കെയാണ്. പിന്നെ ഇനി ചെപ്പിൻ്റെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ചെപ്പ് 15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ പാട്ട് കണ്ട് ആ പാട്ട് വീണ്ടും പുതിയ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇന്നൊരു ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്ന് വെറൈറ്റി മീഡിയ നൈനിഷ എന്ന് പറഞ്ഞ കലാകാരി ഇൻ്റർവ്യൂ ചെയ്ത് വീണ്ടും ഇപ്പോൾ ആ പാട്ട് ഹിറ്റായപ്പോൾ ഞാൻ വീണ്ടും ഫീൽഡിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ പേരിൽ ഈ സൊറ വിത്ത് ജലാൽ മേഘനസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ആ 4 ആൾക്കാരെയും കൊണ്ടുവരുന്നതിൽ ഫസ്റ്റ് എനിക്ക് ചെപ്പൂനെയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ചെപ്പൂനെ എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചെപ്പ് പെണ്ണ് കാണാൻ പോയ ഒരു കഥയും കൂടെ ഉണ്ട്, അതുകൊണ്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും അതിപ്പോൾ പറയാൻ പാടില്ല, കാരണം ഇനി അടുത്തൊരു പെണ്ണും കൂടി കാണാൻ പോക്കുണ്ട്. തീർച്ചയായിട്ടും അന്ന് പറയാതെ. അല്ല ചെപ്പു ഞാൻ പറഞ്ഞുതരാം. മാനാഞ്ചിറ പിന്നെ മലബാർ പാലസിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിനെ കാണുന്നു. എന്നിട്ട് ഫറൂഖ് കോളേജിൽ പോയിട്ട് രണ്ടാമതും കാണുന്നു. അങ്ങനെ ആ കുട്ടീൻ്റെ വീട് നല്ല സ്ഥലത്താണ്. അത് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തി ലാസ്റ്റ് ഒരു ചോക്ലേറ്റ് കൊടുത്തു. കുട്ടീനക്ക് ഇഷ്ടമായി. നേരെ വീട്ടിൽ പോയി ചോദിച്ചു, കല്യാണം കഴിച്ചു. ഇപ്പം എൻ്റെ വീട്ടിൽ 2 കുട്ടികളായിട്ട് വളരെ സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജലാലിനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് വൈഫിന്. അത് ഒന്നാമത്തെ ചെപ്പിൻ്റെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ ചെപ്പ് തമാശയാണ്. പിന്നെ ബിസിനസ്സിൽ പോലും രസകരമായിട്ടുള്ള രീതിയിലാണ് ചെപ്പ് ബിസിനസ് ചെയ്യുന്നത്. മാറോടാണ്. ഞാൻ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന സമയത്ത്, ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന സമയത്ത് എൻ്റെ നേരെ മുന്നിലാണ് ചെപ്പ്.
ഇന്നെ എന്താ പറയുക, ഒരു വാക്ക് ചെപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടായിരിക്കും പറയാം. ഭയങ്കര സ്നേഹമാണ്, എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ട സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രയാസങ്ങളുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് എന്നതിൻ്റെ അപ്പുറത്ത് വാക്കുകൊണ്ടും ചെപ്പ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ ചെപ്പുനെ കണ്ടെത്തി. ചെപ്പുന് ഈ ഒരു പരിപാടിയിൽ നല്ല അനുഭവങ്ങളാണ് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ, ഓർമ്മകളാണ് നമുക്ക് എന്താ പറ്റുക. എല്ലാം ഒരു പുതുമാണ്. ശരിക്കും പഴയ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കാറില്ല, എല്ലാം പുതിയ ചെപ്പ് ഇപ്പം ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് കേൾക്കണം ഒന്ന് പറയാം. അല്ല, അത് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ബിസിനസ് ഒന്നൊന്നുമില്ല, ഒരുപാട് പറയുന്നത്. ഞാനൊരു ബിൽഡറാണ്, ഞാനൊരു ആപ്പിളിൻ്റെ ഫോണിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഞാൻ ആമസോൺ സെല്ലറാണ്, ഫ്ലിപ്കാർട്ട് സെല്ലറാണ്. പിന്നെ വേറെ ഒരു ബിസിനസ് ഉണ്ടാകുന്നു, എന്താ പറയുക, ഇത്ര ഓപ്പണായിട്ട് നമുക്ക് പറഞ്ഞൂടെ. എല്ലാം എന്താ പറയുക, ചെറിയ ബിസിനസ് ആണ്. ആൾ പൊങ്ങച്ച പറഞ്ഞു വെച്ചിട്ട് ഞാനൊന്നും പറയാത്തത്. ഇല്ല, തീർച്ചയായിട്ടും കോഴിക്കോട് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തായാലും ജീവിതത്തിൽ വളരെ ചെറിയ പ്രായം മുതലേ അധ്വാനത്തിലൂടെ നേടിയെടുത്ത ബിസിനസ്സിൻ്റെ വിജയവും വളർച്ചയൊക്കെയാണ് ചെപ്പു എന്ന് പറയുന്ന ഷഫീർ TK മാർക്കറ്റിംഗായി മാറിയത്. ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കി നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കും. അസ്സലാമു അലൈക്കും.